ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ദേവി ഭാഗവതത്തിലെ 9-ാം സ്കന്ധം 25-ാം അധ്യായം തുളസിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്ന തുളസി ഉപാഖ്യാനമാണ്. മാധർമ്മീ മധുകൈഡഭഗ്നിമഹിഷ പ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജധനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. പ്രചോദനം നമുക്കെന്നും ബുദ്ധിക്കേകുന്ന വിദ്യയെ ധ്യാനിപ്പൂ സർവചൈതന്യരൂപയാമാദ്യയെ സദാ. ശ്രീമദ് ദേവി ഭാഗവതം 9-ാം സ്കന്ധം 25-ാം അധ്യായം. നാരദനുവാച. ഹരിതൻ കാന്ത തുളസി എപ്പോൾ സമ്പൂജ്യമാനയായി തുളസീ സ്തോത്രവും പൂജാവിധിയും ചൊൽക സാമ്പ്രതം. ആരാദ്യമവളെ സ്തോത്രം ചെയ്തു പൂജിച്ചതും പ്രഭോ, എന്തുകൊണ്ടവൾ സമ്പൂജ്യയായെന്നതുമുരയ്ക്ക നീ. സൂതനുവാച. നാരദൻ തൻ വാക്കുകേട്ടു ചിരിച്ചു മുനിപുങ്കവൻ. പാപഘ്നം ശ്രേഷ്ഠമപുണ്യകഥയോ താൻ തുടങ്ങിനാൻ. നാരായണുവാച. രമയൊപ്പം തുളസിയെ പൂജിച്ചു ഭഗവാൻ ഹരി. രമിച്ചു ലക്ഷ്മി സമയായി ബഹുമാനിച്ചു ദേവിയെ. സഹിച്ചു ഗംഗ രമയും അവൾ തൻ പുതുസംഗവും. സൗഭാഗ്യ ഗൗരവത്തെയും സഹിച്ചില്ല സരസ്വതി. വിഷ്ണു കാൺകെ വാണി അന്നു ഷണ്ഠ കൂടിയടിക്കയാൽ ലജ്ജാപമാനങ്ങൾ കൊണ്ടു മറഞ്ഞാൾ മാനശാലിനി. ആ സർവസിദ്ധേശ്വരിയാം ജ്ഞാനസിദ്ധിസ്വരൂപിണി കോപിച്ചദൃഷ്ടയായി തീർന്നിതെങ്ങെങ്ങും വിഷ്ണുവിനുമേ. തുളസീദേവിയെ കാണാഞ്ഞപ്പോൾ വാഗ്ദേവിയോടുടൻ അനുജ്ഞയും വാങ്ങി വിഷ്ണു പോകിനാൻ തുളസീവനം. അങ്ങു ചെന്നു കുളിച്ചാശു ഭക്തിപൂർവം ജഗത്പതി ധ്യാനിച്ചു വാഴ്ത്തി പൂജിച്ചു സതിയാം തന്റെ കാന്തയെ. ലക്ഷ്മീ മായാ കാമവാണി ബീജപൂർവം ദശാക്ഷരം വൃന്ദാവനി ചതുർത്ഥ്യന്തം വന്യജായാന്തമിങ്ങനെ. കൽപ്പവൃക്ഷോപമം ശ്രേഷ്ഠമീ മന്ത്രത്താൽ യഥാവിധി പൂജ ചെയ്യുകിലുണ്ടാവും സർവസിദ്ധികളും മുനേ. സിന്ദൂരം ചന്ദനം ധൂപം നെയ്വിളക്കും നിവേദ്യവും പുഷ്പങ്ങളും ഷോഡശോപചാരവും കൊണ്ടുമവ്വിധം. സ്തോത്രം കൊണ്ടും ശ്രീ ഭഗവാൻ പൂജിക്കേ തുഷ്ടയാമവൾ. വൃക്ഷത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു കുമ്പിട്ടു വിഷ്ണുവേ. നീ സർവപൂജ്യായിത്തീരും വരമേകീ തഥാ ഹരി. ധരിപ്പൻ ഞാൻ നിന്നെയെന്നും മാറിലും തലയിങ്കലും. സുരാദികളുമെല്ലാരും ധരിക്കും നിന്ന മൗലിയിൽ എന്നോതി അവളെയും കൊണ്ടാലയം പൂകിനാൻ വിഭൂ. നാരദനുവാച. തുളസീ ധ്യാനവും പൂജാവിധിയും സ്തോത്രവും വിഭോ വിസ്തരിച്ചുര ചെയ്താലും എന്നോടിന്നു മഹാമതേ. ശ്രീനാരായണുവാച. അന്തർധാനം ചെയ്ത നേരം വിരഹാതുരനായി ഹരി വൃന്ദാവനത്തിൽ തുളസി തന്നെ ഇങ്ങനെ വാഴ്ത്തിനാൻ. ഭഗവാനുവാച. വൃക്ഷങ്ങൾ വൃന്ദരൂപത്തിൽ ഒരേടം ചേർന്നു നിൽക്കയാൽ വൃന്ദയെന്നായി കീർത്തിതയാം പ്രിയയെ കൈവണങ്ങിടാം. മുമ്പ് ആദ്യമായി തന്നെ വൃന്ദാവനത്തിൽ ജാതയാകയാൽ വൃന്ദാവനീതി
വിഖ്യാതയാമസുന്ദരിയെ തൊഴാം. അസംഖ്യ വിശ്വങ്ങളിലും നിത്യം പൂജിതയാകയാൽ വിശ്വപൂജിത എന്നാഖ്യ ചേരുമപൂജ്യയെ തൊഴാം. അനേക വിശ്വങ്ങളെയും സദാ ശുദ്ധീകരിക്കയാൽ വിശ്വപാവനിയാം നിന്നെ ഭജിപ്പൂ വിരഹാർത്തനായി. ഏതെന്യേ തൃപ്തരായിട ദേവന്മാർ മറ്റു പൂക്കളാൽ അപുഷ്പസാരയെ കാണാൻ നൊമ്പരം കൊഴുവുമാനസം. ഏതു കൈപ്പറ്റുകിൽ ഭക്തർക്കാനന്ദം നൂനമെത്തുമോ. നന്ദിനീതി ഖ്യാതയാമദ്ദേവി സുപ്രീതയാവണം. ഏവൾക്കുകിടയായി നിൽക്ക ലോകത്തിലൊരു വസ്തുവും തുളസീതി ഖ്യാതയാമദ്ദേവി മേ ശരണം സദാ. കൃഷ്ണപ്രാണേശിയായി കൃഷ്ണജീവനാധാരരൂപയായി കൃഷ്ണജീവനിയാം ദേവി എന്നെ കാത്തു തുണയ്ക്കണം. ലക്ഷ്മീ മണാളനീ വണ്ണം സ്തുതിച്ചും കൊണ്ടു നിൽക്കവേ കണ്ടാൻ സാക്ഷാൽ തുളസിയെ കാൽത്താർ കുമ്പിട്ടിരിപ്പതായി. മാനക്ഷയത്താൽ തേങ്ങും തൻ പ്രിയയാം മാനശീലയെ പ്രേമപൂർവം വാരിയെടുത്തേറ്റിമാറിൽ തഥാഹരി. വാണി തന്നാജ്ഞയും വാങ്ങി സ്വഗൃഹത്തിലണഞ്ഞുടൻ ഇണക്കി രഞ്ജിപ്പിച്ചാനാ രണ്ടുപേരെയും അച്യുതൻ. സർവസമ്പൂജ്യയാം നിന്നെ ചൂടും മൗലിയിലേവരും എനിക്കും മാന്യയാവൂ നീ എന്നേകി വരവും ഹരി. വിഷ്ണുവിൻ വരദാനത്താൽ തുഷ്ടയായി തീർന്നിതസതി അടുത്തണച്ചു വാഴിച്ചാൾ അവളെ പിന്നെ വാണിയും. ലക്ഷ്മിയും ഗംഗയും കൈക്കു പിടിച്ചു വിനയത്തൊടും കൂട്ടിച്ചെന്നാളകത്തേക്ക സതിയെ സ്മിതപൂർവകം. വൃന്ദാവനി വിശ്വപൂജിത വിശ്വപാവനി നന്ദിനി പുഷ്പസാരാഖ്യ തുളസീ കൃഷ്ണജീവനി. നാമാഷ്ടകം സ്തോത്രമിതു നാമാർത്ഥങ്ങളുമൊത്തൊരാൾ പഠിച്ചു പൂജിക്കലുണ്ടാം അശ്വമേധഫലം ധ്രുവം. വൃശ്ചികത്തിൽ പൗർണമിയിൽ തുളസീ ജന്മമംഗളം കൊണ്ടാടി വിഷ്ണു വൃന്ദാവനത്തിൽ വെച്ചന്നു നാരദ. അന്നു ഭക്ത്യാ വിശ്വവന്ധ്യയവളെ പൂജ ചെയ്യുകിൽ സർവപാപങ്ങളും തീർന്നു വിഷ്ണുലോകമണഞ്ഞിടും. തുളസിപ്പൂ വൃശ്ചികത്തിൽ വിഷ്ണുഭക്തനു നൽകുകിൽ അയുധം ഗോക്കളദാനം ചെയ്ത പുണ്യം ലഭിച്ചിടും. അപുത്രൻ പുത്രവാനാവും ഭാര്യാഹീനൻ സഭാര്യനും ഉറ്റോരുണ്ടാമ ബന്ധുക്കൾക്ക് ഈ സ്തോത്രം ശ്രവണത്തിനാൽ. രോഗിക്കു രോഗമില്ലാതാം പാപി പാപവിമുക്തനാം ഭയപ്പെട്ടോന്നു പോം ഭീതി ബദ്ധൻ ബന്ധനമുക്തനാം. ഓതിനേൻ സ്തോത്രം ഇനി നീ കേട്ടാലും ധ്യാനപൂജകൾ വേദത്തിൽ കാണുക ശാഖോക്തമതു നീ അറിയുന്നവൻ. ആവാഹിക്കേണ്ട തുളസിച്ചെടിയെ തന്നെ സാദരം സോപചാരം ധ്യാനപൂർവം പൂജിച്ചാൽ മതി സാരദ. പൂക്കളിൽ ശ്രേഷ്ഠ തുളസി സതി പൂതമനോഹരി. പാപക്കാടു ദഹിപ്പിക്കും ജ്വലദഗ്നിയൊടൊത്തവൾ. കിടനിൽക്കാൻ അന്യപുഷ്പമില്ല എന്നായും അതേവിധം സർവപാവനിയെന്നായും നിഗമങ്ങൾ പുകഴ്ത്തുവോൾ. ആരും ശിരസിൽ ചൂടാനായി ഇച്ഛിപ്പോൾ പാപനാശിനി ഹരിഭക്തിയേകുന്നോരജ്ജീവൻ മുക്തയെ തൊഴാം. ഏവം ധ്യാനിച്ചു പൂജിച്ചു വാഴ്ത്തുന്നിതവളെ ബുധർ. തുളസ്യുപാഖ്യാനമിങ്ങു ചൊന്നേൻ കേൾക്കേണ്ടതെന്തിനീ. തുളസ്യുപാഖ്യാനം എന്ന 25-ാം അധ്യായം.